പ്രൈസ് ദ ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 46 അധ്യായം 1 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ടു ബേർഷെബയിലെത്തി തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവത്തിന് യാഗം കഴിച്ചു. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിൻ്റെ ദൈവം തന്നെ. മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്ന് അരുളിച്ചെയ്തു. ഞാൻ നിന്നോടുകൂടെ മിസ്രൈമിലേക്ക് പോരും, ഞാൻ നിന്നെ മടക്കി വരുത്തും. യോസേഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണ് അടയ്ക്കുമെന്നും അരുളിച്ചെയ്തു. പിന്നെ യാക്കോബ് ബേർഷെബയിൽ നിന്ന് പുറപ്പെട്ടു. ഇസ്രായേലിൻ്റെ പുത്രന്മാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ ഫറവോൻ അയച്ച രഥങ്ങളിൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കയറ്റി കൊണ്ടുപോയി. തങ്ങളുടെ ആടുമാടുകളെയും കനാൻ ദേശത്ത് വെച്ച് സമ്പാദിച്ച സമ്പത്തുകളെയും കൊണ്ടുപോയി. അങ്ങനെ യാക്കോബും സന്തതികളുമെല്ലാം മിസ്രയീമിലെത്തി. യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ അവൻ്റെ കടിപ്രദേശത്തു നിന്ന് ജനിച്ചവരായി അവനോടുകൂടെ മിസ്രയീമിൽ വന്നവർ ആകെ 66 പേർ. യോസേഫിന് മിസ്രയീമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ 2 പേർ. മിസ്രയീമിൽ വന്നവരായ യാക്കോബിൻ്റെ കുടുംബം ആകെ 70 പേർ. എന്നാൽ ഗോശെനിലേക്ക് യോസേഫ് തനിക്ക് വഴി കാണിക്കേണ്ടതിന് അവൻ യഹൂദായെ അവൻ്റെ അടുക്കൽ മുമ്പിട്ട് അയച്ചു. ഇങ്ങനെ അവർ ഗോശെൻ ദേശത്തെത്തി. യോസേഫ് രഥം കെട്ടിച്ച് അപ്പനായ ഇസ്രായേലിനെ എതിരേൽപ്പാൻ ഗോശെനിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു. ഇസ്രായേൽ യോസേഫിനോട്, നീ ജീവനോടിരിക്കുന്നു എന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറഞ്ഞു. പിന്നെ യോസേഫ് സഹോദരന്മാരോടും അപ്പൻ്റെ കുടുംബത്തോടും പറഞ്ഞത്, ഞാൻ ചെന്ന് ഫറവോനോട്, കനാൻ ദേശത്തു നിന്ന് എൻ്റെ സഹോദരന്മാരും അപ്പൻ്റെ കുടുംബവും എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് അറിയിക്കും. അവർ ഇടയന്മാരാകുന്നു, കന്നുകാലികളെ മേയിക്കുന്നത് അവരുടെ തൊഴിൽ. അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവനോട് പറയും. അതുകൊണ്ട് ഫറവോൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ, അടിയങ്ങൾ ബാല്യം മുതൽ ഇന്നുവരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും സിഫ്യോൻ, ഹഗ്ഗി, ശൂനി, എസ്ബോൻ, ഏരി, അരോദി, അരേലി. ആശേരിൻ്റെ പുത്രന്മാർ യിമ്ന, ഇശ്വ, ഇശ്വി, ബെരിയ. ഇവരുടെ സഹോദരി സേരഹ്. ബെരിയാവിൻ്റെ പുത്രന്മാർ ഹേബർ, മൽക്കിയേൽ. ഇവർ ലാബാൻ തൻ്റെ മകളായ ലേയായ്ക്ക് കൊടുത്ത സിൽപ്പായുടെ പുത്രന്മാർ. അവൾ യാക്കോബിന് ഈ 16 പേരെ പ്രസവിച്ചു. യാക്കോബിൻ്റെ ഭാര്യയായ റാഹേലിൻ്റെ പുത്രന്മാർ യോസേഫ്, ബെന്യാമീൻ. യോസേഫിന് മിസ്രയീം ദേശത്ത് മനശ്ശെയും എഫ്രൈമും ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകളായ ആസ്നത്ത് അവന് പ്രസവിച്ചു. ബെന്യാമിൻ്റെ പുത്രന്മാർ ബേല, ബേഖർ, അശ്ബൽ, ഗേര, നാമാൻ, ഏഹി, രോഷ്, മുപ്പീം, ഹുപ്പീം, ആരദ്. ഇവർ റാഹേൽ യാക്കോബിന് പ്രസവിച്ച പുത്രന്മാർ. എല്ലാം കൂടി 14 പേർ. ദാൻ്റെ പുത്രന്മാർ ഹൂശീം. നഫ്താലിയുടെ പുത്രന്മാർ യഹസേൽ, ഗൂനി, യേസർ, ഷില്ലേം. ഇവർ ലാബാൻ തൻ്റെ മകളായ റാഹേലിന് കൊടുത്ത ബിൽഹായുടെ പുത്രന്മാർ. അവൾ യാക്കോബിന് ഇവരെ പ്രസവിച്ചു. എല്ലാം കൂടെ 7 പേർ. അവൻ തൻ്റെ പുത്രീപുത്രന്മാരെയും പൗത്രീപൗത്രന്മാരെയും തൻ്റെ സന്തതികളെയൊക്കെയും കൂട്ടി മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. മിസ്രൈമിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകളാവിത്: യാക്കോബും അവൻ്റെ പുത്രന്മാരും. യാക്കോബിൻ്റെ ആദിജാതനായ രൂബേൻ. രൂബേൻ്റെ പുത്രന്മാർ ഹനോക്ക്, ഫല്ലു, ഹെസ്രോൻ, കർമ്മി. ഷിമയോൻ്റെ പുത്രന്മാർ യമൂവേൽ, യാമീൻ, ഓഹദ്, യാഖീൻ, സോഹർ. കനാന്യക്കാരത്തിയുടെ മകനായ ശൗൽ. ലേവിയുടെ പുത്രന്മാർ ഗേർഷോൻ, കഹാത്ത്, മെരാരി. യഹൂദയുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേല, പേരസ്, സേരഹ്. എന്നാൽ ഏർ, ഓനാൻ എന്നിവർ കനാൻ ദേശത്ത് വെച്ച് മരിച്ചുപോയി. പേരസിൻ്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ. ഇസാഖാരിൻ്റെ പുത്രന്മാർ തോല, പൂവ, യോബ്,
ഷിമ്രോൻ. സെബൂലൂന്റെ പുത്രന്മാർ സേരത്ത്, ഏലോൻ, യഹ്ലയേൽ. ഇവർ ലേയായുടെ പുത്രന്മാർ. അവൾ അവരെയും യാക്കോബിന്റെ മകളായ ദീനായെയും അവന് പദ്ദൻ അരാമിൽ വെച്ച് പ്രസവിച്ചു. അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം കൂടെ 33 പേർ ആയിരുന്നു. ഗാദിന്റെ പുത്രന്മാർ ഗോപാലകന്മാർ ആകുന്നു എന്ന് പറവിൻ. എന്നാൽ നിങ്ങൾക്ക് ഗോശ്യനിൽ പാർപ്പാൻ സംഗതിയാകും. ഇടയന്മാരെല്ലാം മിസ്രൈമ്യർക്ക് വെറുപ്പല്ലോ. പ്രൈസ് ദി ലോർഡ്. വായിച്ച തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.